നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ടിന് അല്ലെങ്കിൽ ബ്രദറിനൊക്കെ അവർ കുറച്ച് നേരെ വർക്ക് ചെയ്യുന്നുള്ളൂ, പക്ഷെ അവന് അവന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ അല്ലേ. അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി ഗോൾസും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിലും ഗോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൊക്കെ നമ്മുടെ വേരിയേഷൻസ് കാണുന്ന പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് പേഴ്സണാലിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണെന്ന് കേട്ടോ. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അച്ചീവേഴ്സ് ആണ്. അപ്പോൾ അച്ചീവേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അതായത് ഇപ്പം 6 മാസത്തിനുള്ളിൽ നോർമലി എല്ലാവരും എന്ത് പറയും, 6 മാസത്തിനുള്ളിൽ എനിക്കൊരു ബുക്ക് എഴുതണം, ഒരു എക്സാമ്പിൾ ആണ്. അതേസമയം അച്ചീവേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എനിക്കൊരു ബുക്ക് എഴുതണം, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഓരോ ദിവസവും ഇത്ര ഇത്ര പേജ് വീതം എഴുതി വെക്കും എന്നുള്ളത് അവർ തീരുമാനിക്കും. ആൻഡ് മാത്രമല്ല ആ ഒരു ഷെഡ്യൂളും ആ ഒരു ടൈംലിനെസ് ഒക്കെ അവർ വളരെ നന്നായിട്ട് തന്നെ കീപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ ആ ഉദ്ദേശിച്ച ടൈമിനുള്ളിൽ ഈ ബുക്ക് എഴുത്ത് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ നോർമലി സാധാരണ എന്താ ചെയ്യുക, 6 മാസത്തിനുള്ളിൽ ബുക്ക് എഴുതണം എന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല, നമ്മൾ ഷെഡ്യൂൾ ചെയ്യില്ല, നമ്മൾ ഫെയിൽ ആവും. മനസ്സിലായല്ലോ ഡിഫറൻസ്. പിന്നെ ഉള്ളതാണ് അനലൈസേഴ്സ്. അനലൈസേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്യും. അവരുടെ ഷെഡ്യൂൾസ് എല്ലാം ഫ്ലെക്സിബിൾ ആയിരിക്കും, പക്ഷെ അവർ വിൻ ചെയ്യും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇപ്പൊ നിങ്ങളൊരു ജിമ്മിൽ പോകുന്ന ആളുകൾ കൺസിഡർ ചെയ്യും. അപ്പൊ അവർ ഇങ്ങനെ പറയും, എന്ത്, 6 മാസത്തിനുള്ളിൽ എനിക്കൊരു 10 കിലോ അല്ലെങ്കിൽ 20 കിലോ കുറയ്ക്കണം എന്ന് അവർ തീരുമാനിക്കും. അങ്ങനെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ വീക്കിൽ എത്ര വെച്ച് കുറയണം എന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കും. അത് വെച്ച് അവർ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യും. അങ്ങനെ ഒരു 2-3 മാസം കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും ഈ 2 മാസം കൊണ്ട് എത്ര വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ അവർ നോക്കിയാൽ വളരെ കുറവായിരിക്കും വെയിറ്റ് ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്, ഒരു അരമണിക്കൂർ മാത്രം വർക്കൗട്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കുറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, കുറച്ച് ചേഞ്ച് ചെയ്യണം. അതായത് അരമണിക്കൂർ എന്നുള്ള ഒരു 1 അവർ വർക്കൗട്ടിലേക്ക് ഞാൻ മാറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് റിയൽ ആയിട്ടുള്ള ഫാക്ട്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മളുടെ ഗോളിന്റെ എല്ലാ പ്രോസസ്സും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, അനലൈസേഴ്സ് എന്നുള്ളത്. മറ്റൊരു കാറ്റഗറിയാണ് ഡ്രീമേഴ്സ്. പേര് പോലെ തന്നെ ദേ വിൽ ബി ഡ്രീമിങ് ഓൾവേസ്. അവർക്ക് നമ്മുടെ അച്ചീവേഴ്സിനേക്കാളും അനലൈസിനേക്കാൾ കൂടുതൽ വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കും. ആൻഡ് വളരെയധികം വിഷനറി ആയിരിക്കും അവർ. പക്ഷെ അവരിതൊന്നും സ്റ്റാർട്ട് ചെയ്യില്ല. അവരിത് പറഞ്ഞു വെക്കുക എന്നുള്ളതല്ല, അത് ഭയങ്കര ഷെഡ്യൂളും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ ഈ ഷെഡ്യൂൾ അവർ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. അവരുടെ ഇഷ്ടത്തിന് അവർ ആ ഷെഡ്യൂൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഉദ്ദേശ ടൈമിനുള്ളിൽ അവരുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ആൻഡ് വേറൊരു കാറ്റഗറി ഉണ്ട്, സോഷ്യൽ ബട്ടർഫ്ലൈ. അതായത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് അല്ലെ, എന്താണ് ഇത്ര ഒരു എന്താ പറയാ, റണ്ണിങ് ചലഞ്ച്, വെയിറ്റ് ലോസ് ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണ്, നിങ്ങൾ എൻ്റെ കൂടെ പോരും, നമുക്ക് ഒന്നിച്ച് വിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകളും സൊസൈറ്റി അല്ലെങ്കിൽ കുറെ ആളുകൾ അവരുടെ കൂടെ വേണം. എല്ലാവരും കൂടെ കൂടുമ്പോഴാണ് അവർക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ അവരുടെ ഫ്രണ്ട്സിനെ കൂട്ടുന്നു. നമുക്ക് 6 മാസം കൊണ്ട് വെയിറ്റ് കുറയ്ക്കണോടാ എന്നൊക്കെ പറഞ്ഞ് 2-3 പേര് ഒന്നിച്ച് പോയിട്ട് കാരണം ആ ഒരു പരസ്പരമുള്ള ഒരു സപ്പോർട്ടോട് കൂടിയാണ് അവരുടെ ഗോൾസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ദാറ്റ് ഈസ് ദെയർ പേഴ്സണാലിറ്റി. ഓക്കെ. പിന്നെ ഒരു കാറ്റഗറിയാണ് ഫ്രീ സ്പിരിറ്റ്. ഫ്രീ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർക്ക് പ്രത്യേകിച്ച് മീൻസ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവർ വളരെ ഫ്രീ ആയതുകൊണ്ട് തന്നെ അവരുടെ ഷെഡ്യൂൾസ് ഒക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു ഫോക്കസ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫോട്ടോഗ്രാഫറെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു ഫോട്ടോഗ്രാഫർ അയാളുടെ ഗോൾ എന്ന് പറയുന്നത് ചിലപ്പം 6 മാസത്തിനുള്ളിൽ ഒരു 1000 നല്ല ഫോട്ടോസ് എടുക്കണം എന്നുള്ളതായിരിക്കും. പക്ഷേ ഇത് ഏത് കാറ്റഗറി ആയിരിക്കണം, എങ്ങനത്തെ ആയിരിക്കണം, എപ്പോഴായിരിക്കണം, ഇതേക്കുറിച്ചൊന്നും അവർക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. പക്ഷെ അവർ സാവധാനം ടൈം എടുത്ത് അവർക്ക് തോന്നുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കും. അവരൊന്നിലും എന്തായിരിക്കില്ല, ഫോക്കസ്ഡ് ആയിരിക്കില്ല. ഇന്നത് തന്നെ ആയിരിക്കണം, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊരു വാശിയും നിർബന്ധമൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ ഫ്രീ ആണ്, സ്ട്രെസ് ഫ്രീ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാണ് കാറ്റഗറി നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കൂ. അച്ചീവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും. ഡ്രീമേഴ്സ് ആണെങ്കിൽ നമുക്കറിയാലോ, ഇന്നോവേറ്റീവ് ആണെങ്കിലും കുറച്ച് മടി ഉണ്ടാവും, തോന്നുന്ന പോലെ ചേഞ്ച് ചെയ്യാൻ നോക്കും. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആൻഡ് ഗോൾ സെറ്റിംഗ് എന്നുള്ളതിൽ വരുന്നത്. നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് നോക്കിയിട്ടൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. അതേപോലെ തന്നെ ഏതാണ് നല്ലത്, ഇപ്പോൾ ഏത് കാറ്റഗറിയാണ് നമ്മളെന്ന് പറയുമ്പോൾ ഇതിൽ ഏതാ ശരി എന്നൊന്നുമില്ല കേട്ടോ. അതായത് എല്ലാതും ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിയാണ്. ഇത് റൈറ്റ് ആണ്, ഇത് റോങ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സിറ്റുവേഷൻ ബേസ്ഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഗോൾ സെറ്റിംഗ് തീരുമാനിക്കേണ്ടത് മാത്രം.
ചിലത് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാം ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ്. പക്ഷെ ചിലത് നമുക്ക് ഒരിക്കലും ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യണം എന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അച്ചീവേഴ്സിനെ പോലെ ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ നമ്മളുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ഗോൾ സെറ്റിംഗിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താം കേട്ടോ. സോ വിച്ച് വൺ വിൽ ബി ദ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ആൻസർ ഇല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ ആൻഡ് ദ പേഴ്സൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്.